അവസാനമായിട്ട് നിങ്ങളെ പ്രതീക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലാണ്? പ്രധാനമന്ത്രി ഈ അടുത്ത സമയത്ത് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെയും ഒക്കെ സ്റ്റേറ്റ്മെൻറ്റുകൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഭാരതത്തിലെ മക്കളോട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമിത്ഷാ ഈ അടുത്ത സമയത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം പറഞ്ഞു ഒരിക്കലും വഖഫ് നിയമം വെച്ച് പൊറുപ്പിക്കുകയില്ല, വഖഫ് നിയമം ഭേദഗതി ചെയ്യും, ഉറപ്പായിട്ടും ആരെയും കുടിയിറക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കത്തില്ല എന്നുള്ള ഒരു വലിയ ഒരു വാഗ്ദാനം അദ്ദേഹം ഈ അടുത്ത സമയത്ത് നടത്തിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഈ മുനമ്പത്ത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ വിഭാഗമുള്ള ഒരു പ്രദേശത്താണ് ഇതുപോലൊരു പ്രതിസന്ധി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു പ്രതിഷേധം, ഈ പ്രതിഷേധത്തെ ഇപ്പോഴും മുഖവിലക്കെടുക്കാനായിട്ട് ഇവിടുത്തെ UDF-ഉം അതോടൊപ്പം തന്നെ ഭരണ സംവിധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഭരണകക്ഷിയായിട്ടുള്ള CPM തയ്യാറായിട്ടുണ്ട്? അവർ തയ്യാറായിട്ടില്ലല്ലോ. കാരണം തയ്യാറായി എങ്കിൽ അവർ നിയമസഭയിൽ ഇത്തരത്തിലുള്ള പ്രമേയം പാസ്സാക്കിയില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ പലപ്പോഴായിട്ടും വോട്ട് പ്രീണനം, അതായത് മതപ്രീണനവും അതുപോലെ തന്നെ ഒരു വിഭാഗത്തിൻ്റെ വോട്ടിന് വേണ്ടിയുള്ള പ്രീണനത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമുക്കറിയാം 47 മുതൽ ഇങ്ങോട്ട് ഈ ഒരു മതവിഭാഗത്തിൻ്റെ വോട്ടിന് വേണ്ടി, വോട്ട് ബാങ്കിന് വേണ്ടി കാട്ടിക്കൂട്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തികൾ അന്ന് മുതൽ ഇന്ന് വരെയും ഇടതും വലതും മാറി മാറി ചാഞ്ചാടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് ഇതിൽ ഇരയായിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഹൈന്ദവരും അതുപോലെ ക്രൈസ്തവരുമാണ് ഇതിൽ ഇരയായിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കം ചില സ്ഥലങ്ങളിൽ പോലും ഈ വഖഫ് നിയമം നമുക്കറിയാം. ഇപ്പോൾ പാലക്കാട്, അതുപോലെ കണ്ണൂർ, അതുപോലെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു ദിവസം 5-6 നോട്ടീസ് ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ പുറകിലുള്ള ഇവരുടെ തന്ത്രം എന്താണ് എന്നൊന്നും നമുക്ക് തിരിച്ചറിയില്ല. അതിനകത്ത് 4, 5, 6, 7 കുടുംബങ്ങൾ മുസ്ലിം കുടുംബങ്ങൾ തന്നെ ഉണ്ട് പലപ്പോഴും. അതുകൊണ്ട് അവിടെയുമെല്ലാം പലപ്പോഴും ഇത്തരത്തിലുള്ള സമരമുറകൾ കത്തിപ്പടരാനുള്ള സാധ്യത തള്ളിക്കളയാനാകുകയില്ല. ഉറപ്പായിട്ടും ആ പ്രദേശങ്ങളിലും ഇതിൻ്റെ ജ്വാലകൾ, ഈ സമരത്തിൻ്റെ ജ്വാലകൾ പല സ്ഥലങ്ങളിലും എത്തിപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് വലതിൻ്റെയും ഇടതിൻ്റെയും ഒന്നും പിന്തുണയല്ല ഇവിടെ നമുക്ക് വേണ്ടത്. കേരളത്തിലുള്ള നല്ല മനസ്സ് ഉള്ള ജനത്തിൻ്റെ പിന്തുണ ഇതിൻ്റെ പുറകിലുണ്ട്. ഉറപ്പായിട്ട് ഈ സമരം ലക്ഷ്യപ്രാപ്തിയിലെത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നമ്മളെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ വഖഫ് ബോർഡിൻ്റെ ഈ നിലവിലെ നിയമത്തിനെതിരെ ബില്ല് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ബില്ല് കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് അതിൽ ഭയപ്പെട്ടിട്ടാണോ വഖഫ് ബോർഡ് ഇപ്പോൾ പെട്ടെന്ന് ഓരോ കുടുംബങ്ങൾക്ക് നോട്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സ്ഥലമാണെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? കേന്ദ്ര സർക്കാർ ഇത് വഖഫ് ബോർഡിനെതിരെയുള്ള ബില്ല് പാസ്സാക്കുന്നു ഉറപ്പായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഞാൻ ഈ അടുത്ത സമയങ്ങളിൽ പത്രങ്ങൾ വായിക്കുമ്പോഴും യൂട്യൂബ് ചാനലുകൾ കാണുമ്പോഴും അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലുകൾ പരിശോധിക്കുമ്പോഴുമെല്ലാം ഇത്ര വെപ്രാളം പിടിച്ച് വഖഫ് ബോർഡ് അതിൻ്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്ര ധൃതി പിടിച്ച് എന്തിനാണ് ഓരോ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ഈ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതെന്ന് ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് കേട്ടുകേൾവിയാണ്, പുതിയ പാർലമെൻറ്റ് നിൽക്കുന്ന സ്ഥലം പോലും അവർ വഖഫ് നോട്ടീസ് പ്രകാരം ആ പാർലമെൻറ്റ് പ്രദേശം അവരുടേതാണെന്ന് അവർ പറയുന്നു. കുറച്ച് ആളുകൾക്ക് മുമ്പ് താജ്മഹലിനെ കുറിച്ച് ഇങ്ങനെ ഒരു വർത്തമാനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴ് സുപ്രീം കോടതിയുടെ ചില പ്രദേശങ്ങൾ, അത് നിലനിൽക്കുന്ന ചില പ്രദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നു. പിന്നെ ഒരു ഹൈന്ദവ ക്ഷേത്രം, ഏതൊരു ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞു കേട്ടു, ആ ക്ഷേത്രത്തിൻ്റെ പ്രദേശം വഖഫ് ബോർഡിൻ്റെ ആണെന്ന് പറയുന്നു. ഇത്ര ധൃതി പിടിച്ച് ഇത്തരത്തിലുള്ള നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ പുറകിൽ ആരാണെന്ന് പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ പുറകിലൊക്കെ വിദേശ ശക്തികൾക്ക് എന്തെങ്കിലും, ബാഹ്യമായ ശക്തികൾക്ക് എന്തെങ്കിലും പ്രത്യേക അജണ്ട ഉണ്ടോ എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ചൊക്കെ ഒരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യമായിട്ട് വരികയാണ്. സർക്കാർ ഇവിടുത്തെ ഈ ഒരു മുനമ്പത്ത് ജനങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ വിഷയം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് പട്ടയം കൊടുക്കാൻ വേണ്ടിയുള്ളൊരു നിലപാടിലേക്ക് കോംപ്രമൈസ് ചെയ്ത് വരുന്നു എന്ന് പറയുന്നുണ്ട്. അത് വഖഫിൻ്റെ കയ്യിൽ നിന്ന് സർക്കാർ ഭൂമി വാങ്ങി എന്നിട്ട് ഈ ജനങ്ങൾക്ക് പട്ടയം കൊടുക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രചാരണമൊക്കെ ഉണ്ടല്ലോ, അത് ശരിയാണോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? സർക്കാർ കാലാകാലങ്ങളിൽ എത്രയോ സ്ഥലങ്ങളിൽ പട്ടയം കൊടുക്കാനുള്ള സ്ഥലങ്ങളിൽ പോലും നിശ്ചിത സമയത്ത് പട്ടയം കൊടുത്തിട്ടില്ല. എത്ര സ്ഥലങ്ങളിലാണ് പട്ടയത്തിന് വേണ്ടിയുള്ള ആളുകളുടെ ലിസ്റ്റുകൾ കെട്ടിക്കിടക്കുന്നത്. അവിടെ ഇതൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ട് സർക്കാർ പറയുന്ന കാര്യങ്ങളൊന്നും മുഖവിലയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റുകയില്ല. നമുക്കറിയാം, വിഴിഞ്ഞ സമരം അവിടെ നടന്ന സമയത്ത് കേവലം പാവപ്പെട്ട ആളുകളെ അവിടുന്ന് കുടിയൊഴിപ്പിച്ച് അവരെ ടെൻറ്റുകളിൽ, വാടക വീടുകളിലും താമസത്തിന് കൊണ്ടുപോയി ആക്കിയിട്ട് വാടക കൊടുക്കാൻ 5000 രൂപ വെച്ച് വാടക കൊടുക്കാനായിട്ട് ഇതുവരെയും ഗവൺമെൻറ് തയ്യാറായിട്ടില്ല.
ചൂരൽമല പോലെയുള്ള പ്രദേശങ്ങളിൽ വയനാട്ടിൽ വലിയ ഒരു കെടുതി നടന്നു. അവിടെയുള്ള ആളുകളെ ഇതാ കുടിയൊഴിപ്പിച്ച് വാടക വീടുകളിലാക്കി. പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകളെ വാടക വീടുകളിലാക്കി. അവിടെയൊന്നും സർക്കാർ വേണ്ട തരത്തിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുകയോ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങൾ കൃത്യതയോടുകൂടി കൊടുത്തു തീർക്കുകയോ അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന പട്ടയത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന പ്രദേശങ്ങളിൽ അത് പരിഹരിക്കുകയോ ചെയ്യാതിരിക്കെ ഈ കിംവന്തികൾക്ക് ഒരിക്കലും ഞങ്ങൾ ചെവി കൊടുക്കുന്നില്ല. അഥവാ അത് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതൊരു തട്ടിപ്പാണ്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് നയങ്ങളോട് ഞങ്ങൾ വിയോജിക്കുന്നു. അതങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയില്ല. അത് നിങ്ങളൊരു ആവശ്യം എന്താണ്, പ്രധാന ആവശ്യം എന്താണ് മുന്നോട്ട് വെക്കുന്നത്? ഞങ്ങളുടെ പ്രധാന ആവശ്യം, ഞങ്ങൾ കരമടച്ച് ഞങ്ങൾ വസ്തു പണം കൊടുത്ത് വാങ്ങിയ പ്രദേശത്ത് നിന്ന് ഞങ്ങളെ കുടിയൊഴിപ്പിക്കാതിരിക്കുക. ഈ ഞങ്ങൾ വാങ്ങിയ ഭൂമി ഞങ്ങൾക്കുള്ള ഭൂമിയാണ്. അതുകൊണ്ട് വഖഫ് ബോർഡിൻ്റെ ഭൂമിയാണെന്ന് പറഞ്ഞ് ഈ 2022 ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരാൾക്കൊരു ഭൂമിയിൽ എത്രയോ നാളുകൾ താമസിക്കുന്നുണ്ട്, ബിൽഡിംഗ് വയ്ക്കുന്നു. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ ഈ പള്ളിയുടെ സിമിത്തേരികൾ അടക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ പ്രദേശങ്ങളിൽ, ഈ വലിയവരും മുതിർന്നവരും കുഞ്ഞുങ്ങളും എല്ലാം ഈ പ്രദേശത്തെ കൊച്ചു കൊച്ചു സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇവിടെയുള്ള വീടുകൾ. ഈ തീരപ്രദേശത്തിൻ്റെ വികസനം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ വിയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്. അതുകൊണ്ട് അങ്ങനെ ഇരിക്കെ ഒരു പ്രദേശത്ത് ഒരു 416 ആളുകൾക്ക് വഖഫ് ഒരു സുപ്രഭാതത്തിൽ വന്ന് നോട്ടീസ് കൊടുത്ത് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം, ഇത് ഞങ്ങളുടെ സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതില്ല. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അവസാനമായിട്ട് നിങ്ങളെ പ്രതീക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലാണ്. പ്രധാനമന്ത്രി ഈ അടുത്ത സമയത്ത് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെയും ഒക്കെ സ്റ്റേറ്റ്മെൻറ്റുകൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഭാരതത്തിലെ മക്കളോട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമിത്ഷാ ഈ അടുത്ത സമയത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ഒരിക്കലും വഖഫ് നിയമം വെച്ച് പൊറുപ്പിക്കുകയില്ല, വഖഫ് നിയമം ഭേദഗതി ചെയ്യും, ഉറപ്പായിട്ടും ആരെയും കുടിയിറക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കത്തില്ല എന്നുള്ള ഒരു വലിയ ഒരു വാഗ്ദാനം അദ്ദേഹം ഈ അടുത്ത സമയത്ത് നടത്തിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് പ്രധാനമന്ത്രിയിലോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ കുറേ മന്ത്രിമാരോ മാത്രമല്ല പ്രതീക്ഷ, ഒരു ഗവൺമെൻറ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. BJP ഗവൺമെന്റ് പ്രതീക്ഷയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഗവൺമെൻറ്റിൽ പ്രതീക്ഷിക്കുന്നു. ഗവൺമെൻറ് മാറി വരുന്നു. കേന്ദ്രത്തിൽ ഇപ്പോൾ കൂട്ടുകക്ഷി മന്ത്രിസഭയാണ്, BJP മാത്രമല്ല. അതുകൊണ്ട് തന്നെ BJP അധികാരത്തിൽ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? BJP അധികാരത്തിൽ ഇല്ല എങ്കിൽ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ ഉണ്ടല്ലോ. ആ ഗവൺമെൻറ്റിനെ ഒരു ഗവൺമെൻറ് ഉണ്ടാകും. ആ ഗവൺമെൻറ്റിനെ നമ്മൾ വേണ്ടവണ്ണം ഗവൺമെൻറ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡെമോക്രസിയുടെ പര്യായം നമുക്കറിയാം. അത് സ്വത്തിനും ജീവനും മുൻഗണന നൽകണം എന്നുള്ള കാര്യമാണ്. അത് ഉറപ്പായിട്ടും ഞങ്ങളുടെ വസ്തുവകകളും ഞങ്ങളുടെ ജീവനെയും പിടിച്ചു നിർത്താൻ ജനാധിപത്യപരമായിട്ട് വോട്ടിങ്ങിലൂടെ അധികാരത്തിലേറിയിട്ടുള്ള ഏത് ഗവൺമെൻറ് ആണോ ആ ഗവൺമെൻറ്, അതിൻ്റെ പ്രധാനമന്ത്രി, അതിൻ്റെ മന്ത്രി. ഈ നിയമം ഇതുപോലെ ആക്കിയത് ഏത് സർക്കാരാണെന്നറിയോ? എനിക്കറിയാം, ഉറപ്പായിട്ടും അറിയാം. 47 മുതൽ വന്നിട്ടുള്ള കോൺഗ്രസ് മിനിസ്ട്രിയാണ് ഈ നിയമം കൊണ്ടുവരികയും കാലാകാലങ്ങളിൽ അനുകൂലമായിട്ടുള്ള തരത്തിലുള്ള പേപ്പർ വർക്കുകൾ ചെയ്തവരെ പ്രോത്സാഹിപ്പിച്ച് ഈ നിലയിൽ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത നേരത്തെ ഇന്നലെ വന്ന മിനിസ്റ്റർ ഇവിടെ ഇന്ന് സംസാരിച്ചു, ശശികല മിനിസ്റ്റർ സംസാരിച്ചു. വെറും 10,000 ഹെക്ടർ മാത്രം വസ്തു ഉണ്ടായിരുന്ന വഖഫ് ബോർഡിന് ഇന്ന് 38,000 ലക്ഷം ഹെക്ടർ ഭൂമി ഈ ഭാരതത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഞെട്ടിക്കുന്ന ഒരു കണക്കായിട്ടാണ് കാണുന്നത്. ഈ പോക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഭാരതം വൈകാതെ തന്നെ, അത് ചില ആളുകളെങ്കിലും പറഞ്ഞു കേൾവിയുണ്ട്, എന്താണ് 2047 ഭാരതം ഞങ്ങളുടെയാകും, ഭാരതത്തിൻ്റെ ഭരണത്തിൻ്റെ ചുക്കാൻ ഞങ്ങൾ പിടിക്കും, ഭാരതത്തിലെ സ്റ്റേറ്റുകൾ മുഴുവനും അങ്ങനെ ഞാൻ പറയുന്നില്ല, ഭാരതത്തിൻ്റെ ചുക്കാൻ ഞങ്ങൾ പിടിക്കും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതിനുവേണ്ടിയുള്ള തത്രപ്പാടിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഒളിവിലിരുന്ന ആളുകൾ ഇപ്പം മുന്നോട്ട് വരികയും ഈ നോട്ടീസ് വളരെ ദ്രുതഗതിയിൽ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ ജില്ല മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് വിതരണം ചെയ്തുകൊണ്ടിരിക്കും. 2019 കത്തോലിക്ക സഭ രാജ്യവ്യാപകമായിട്ട് BJPക്കെതിരെ ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു, ഇടയലേഖനം വായിച്ചിരുന്നു. മതരാഷ്ട്രം ഉണ്ടാക്കാനാണ് BJP അധികാരത്തിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് BJPക്കെതിരെ വോട്ട് ചെയ്യണം എന്നുള്ളൊരു സംഭവം വന്നിരുന്നു. അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു അബദ്ധമായെന്ന് തോന്നുന്നു. ഒരിക്കലുമില്ല. മതഭ്രാന്തിനെ മതഭ്രാന്തായിട്ട് തന്നെ നമ്മൾ കാണും. മതഭ്രാന്തിനെയും എല്ലാ മതത്തിൻ്റെ ഉള്ളിലും എല്ലാ മതത്തിൻ്റെ ഉള്ളിലുള്ള മതഭ്രാന്തുകളെയും വർഗീയ ഭ്രാന്തുകളെയും
മതഭ്രാന്തുകളായിട്ടും വർഗീയ ഭ്രാന്തുകളായിട്ട് തന്നെ കത്തോലിക്ക സഭ കാണുന്നു. അതിനെതിരെയാണ് സത്യത്തിൽ ആ ക്യാമ്പയിൻ നടന്നത്, അല്ലാതെ BJPക്കെതിരെ നടന്നൊരു ക്യാമ്പയിൻ അല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടില്ല. അതുകൊണ്ട് വർഗീയതയ്ക്കെതിരെ അല്ലെങ്കിൽ മതഭ്രാന്തിനെതിരെ ഒരു പ്രമേയം പാസ്സാക്കുമ്പോൾ അതെങ്ങനെ BJPക്ക് എതിരെയാകും? ഒരിക്കലും ആകുകയില്ല. അതുകൊണ്ട് BJPക്കോ NDA മിനിസ്ട്രിക്കോ എതിരല്ല കത്തോലിക്ക സഭ ഉണ്ടാക്കിയിട്ടുള്ള പ്രമേയം. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൽ പ്രതീക്ഷ തന്നെയാണല്ലേ? കേന്ദ്ര സർക്കാർ ഞങ്ങളുടെ സർക്കാരാണല്ലോ. ഗവൺമെൻറ് ജനാധിപത്യപരമായിട്ട് ജനം തിരഞ്ഞെടുത്തിട്ടുള്ള എത്രയോ ക്രൈസ്തവരുടെ വോട്ടുണ്ട് അതിൻ്റെ പുറകിൽ. ഇപ്പോൾ വന്ന് സംസാരിച്ചിട്ട് കടന്നുപോയ പൂഞ്ഞാറിൻ്റെ ഷോൺ ജോർജ്, അദ്ദേഹം ആ പ്രദേശത്തുള്ള കത്തോലിക്കനാ. അദ്ദേഹത്തിൻ്റെയൊക്കെ വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ വോട്ടുകൾ പോലും കിട്ടിയിട്ടില്ലേ? അതുകൊണ്ട് ഉറപ്പായിട്ടും ഗവൺമെൻറ്റിലാണ് പ്രതീക്ഷ, BJPയിലല്ല പ്രതീക്ഷ. അതുകൊണ്ട് ഉറപ്പായിട്ടും ഗവൺമെൻറ് ഇത് പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ കരി നിയമത്തെ പിൻവലിച്ചുകൊണ്ട് വഖഫിനെ വേണ്ടവണ്ണം BJP മാത്രമാണല്ലോ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നൊരു രാഷ്ട്രീയ പാർട്ടി? ആദ്യം അങ്ങനെ ആണല്ലോ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണല്ലോ. രണ്ടാമത് വന്നിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും മൂന്നാമത് വന്നിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും ഇനിയും വരാൻ അവസരം കിടക്കില്ല, സമയം കിടക്കില്ല. ഇതൊരു സമരം, ഇതിൻ്റെ ആദ്യ ചുവടുവയ്പ്പാണല്ലോ. ഇനി തുടർന്നുള്ള സമര പരിപാടിയിൽ തീർച്ചയായിട്ടും പിന്തുണയുമായിട്ട് പ്രാദേശികമായിട്ടുള്ള CPM-ഉം കോൺഗ്രസും അനുകൂലമായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. CPM-ഉം കോൺഗ്രസ്സുകാരും അനുകൂലമായിട്ട് വരാൻ സാധിക്കില്ല. കാരണം അവർ കാലാകാലങ്ങളിൽ ചെയ്തു വെച്ചിട്ടുള്ള ചില കുരുത്തക്കേട്, അതിൻ്റെ പരിണത ഫലമാണല്ലോ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും അവർ ഇന്ന് മുമ്പോട്ട് ഒരു ക്യാമ്പയിനായിട്ട് മുന്നോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആരെയും ഈ സമരത്തിൽ മുതലെടുക്കാൻ ഒരുപക്ഷെ ഞങ്ങൾ അനുവദിക്കത്തില്ല. ഇവിടെ കോൺഗ്രസിനെ മുതലെടുക്കാൻ അനുവദിക്കില്ല. CPM-ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അല്ലെങ്കിൽ ക്രൈസ്തവരെ സഹായിക്കുന്ന സംവിധാനത്തെ പിന്തുണയ്ക്കില്ലേ? തീർച്ചയായിട്ടും ക്രൈസ്തവരെ, ഞങ്ങളുടെ നിലനിൽപ്പിനെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുന്ന ആളുകളുടെ ആശയത്തെ ഞങ്ങൾ പിന്താങ്ങും. അതുപോലെ അവരുടെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണും, വിലയിരുത്തും. അതനുസരിച്ചായിരിക്കും ഭാവിയിൽ മുന്നോട്ട് പോകുന്നത്.